ഒരു ബൗൾ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി റെഡ് ചില്ലി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്. ഇത് പുളിയില്ലാത്ത തൈര് ഒരു 1/2 കപ്പ് വരെ എടുക്കാം കേട്ടോ. തുരുമേത്തി ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ആവശ്യമായ ഉപ്പ് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ബോണോട് കൂടി നമുക്ക് യൂസ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒരു 1/2 hour നമുക്കിത് റെസ്റ്റിൽ വെക്കാം. നമുക്ക് കാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഓണിയനും ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. മുന്തിരിങ്ങയെല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഓണിയൻ ചേർത്ത് കൊടുക്കാം. പിഞ്ചുപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓണിയനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓണിയൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ പീസ് ഇതൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പട്ട, പെരിഞ്ചീരകം കുറച്ച് മതി കേട്ടോ. ഒരു ബിരിയാണി ഇല ഇട്ട് കൊടുക്കാം. ഓണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 സവാളയാണ് എടുത്തത്. 1/2 തൊട്ട് 1 വരെ നമുക്ക് യൂസ് ചെയ്യാം. ചിക്കൻ്റെയൊക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് സവാളയുടെയൊക്കെ അളവ് കൂട്ടി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആക്കേ. പച്ചമുളക് എരിവ് കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു 3 എണ്ണം ഇടുന്നുണ്ട്. അത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പിട്ട് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ബോൺലെസ് ചിക്കനാണ്. ബോണോട് കൂടി നമുക്ക് ഉണ്ടാക്കാം. ബീഫിലുണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം കേട്ടോ. വെജിറ്റബിൾ ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത്. ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ഓണിയൻ കുറച്ച് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്ര മതി. കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഓപ്പൺ ചെയ്യാം. ഈ ബിരിയാണി ഇലയൊക്കെ നമുക്കെടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. മല്ലിയില. ഇടിയപ്പത്തിനുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇടിയപ്പത്തിൻ്റെ മാവ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. കുറേശ്ശെ തിളച്ച വെള്ളമാണ്, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടോടെ തന്നെ ഇത് കുഴച്ചെടുക്കാം നമുക്ക്. ഞാൻ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് നെയ്യാണെങ്കിൽ ഇഷ്ടം നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഓപ്പണിൽ വെക്കേണ്ട, അടച്ചു വെക്കണം കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമ്മുടെ ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. എഗ്ഗ് വെച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റീമറിലേക്ക് നമ്മളിത് വെച്ച് കൊടുത്തിട്ട് അടച്ച് ഒരു 5 to 10 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് ഇത് കുക്കാവും. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് ഓണിയൻ ഇട്ട് കൊടുക്കാം. കാഷ്യൂ മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. സെറ്റ് ചെയ്യാം. ഇടിയപ്പം ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇടിയപ്പം ബാലൻസ് വന്നാൽ ഇങ്ങനെ ചെയ്ത് നോക്കണം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും സൂപ്പറാണ് കേട്ടോ.